ഹായ്, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വീണ്ടും ഞെട്ടിപ്പിക്കുകയാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പാവങ്ങളെ സഹായിക്കുന്ന രണ്ട് വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ചു തരാം. നിങ്ങൾ ഓരോരുത്തരും കാണണം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എനിക്ക് പേഴ്സണലി ഭീഷണിയാണ്. എൻ്റെ ലൊക്കേഷൻ ചോദിക്കുകയാണ്. എന്നോട് പറയുകയാണ്, നിനക്ക് മലയാളം സംസാരിക്കാൻ അറിയത്തില്ല, ഇതെന്ത് ഭാഷയാണ്, തമിഴാണോ ഹിന്ദിയാണോ, നീ ഒന്ന് മിണ്ടാതിരിക്കടാ. അതിനുശേഷം പറയുകയാണ്, നിന്നെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തീർക്കും, നീ ആരാടാ, എന്തിനല്ല ഈ ഭീഷണി. അതായത് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യം ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് പൊന്നു ഭീഷണിപ്പെടുത്തുന്നവരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ആള് മാറി. നിങ്ങളുടെ ഭീഷണി കേട്ടിട്ട് ഞാൻ പേടിക്കത്തില്ല. ഈ പണി തുടങ്ങിയിട്ട് 1.5 വർഷമായി. അന്നും ഇന്നും ഒന്നാണ്. അതായത് ഇനിയും നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യം വിളിച്ച് പറയുക തന്നെ ചെയ്യും. നിങ്ങൾ തീർത്താലും ഒരു പ്രശ്നമില്ല. ഈ വീഡിയോ കാണുന്നവർ, മുഖ്യമന്ത്രിയെ ഇഷ്ടപ്പെടുന്നവരും കോൺഗ്രസ്സുകാരും ഞാൻ പറയുന്നത് ശരിയെന്ന് തോന്നുന്നവരും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. കുറേ പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സഹകരിക്കണം. ഭീഷണിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊക്കെ നേരിടുന്ന കഴിവുള്ളത് കൊണ്ടാണ് ഈ പണിക്ക് ഞാൻ ഇറങ്ങിയത്. പൊന്നു മനുഷ്യന്മാരെ, ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്ത ആ ഒരു പുണ്യപ്രവർത്തി ഞാൻ വെച്ചു തരാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്ത ഒന്ന്, ഈ പെൺകുട്ടി ഇന്നലെ ഒരു വാർത്ത കൊടുക്കുകയാണ്. ബാബരി മസ്ജിദ് പൊളിച്ചിട്ടാണ് യു പിയിൽ വലിയൊരു അമ്പലം ഉണ്ടാക്കിയത്. എന്നാൽ അതിനകത്ത് നടക്കുന്നത് വലിയൊരു തട്ടിപ്പാണ്, കൊള്ളയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചില സംഘികൾ പറയുന്നത്, നീ ഹിന്ദുവായിട്ടുള്ള ഒരു പെണ്ണല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയുള്ള വാർത്ത കൊടുക്കുന്നത്, നീ എന്തിന് ഹിന്ദുക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നാണ് സംഘികൾ കമന്റ് ഇട്ട് പറയുന്നത്. എന്താണ് ഈ പെൺകുട്ടി കൊടുത്ത വാർത്ത? ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, പൊന്നു മനുഷ്യന്മാരെ, നാളെ പള്ളിയിൽ നിന്ന് കട്ടാലും ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് കട്ടാലും അമ്പലത്തിൽ നിന്ന് കട്ടാലും നമ്മളത് വിളിച്ച് പറയണം, അത് കക്കുന്നവൻ യഥാർത്ഥ ഒരു ഹിന്ദുവാണോ? അതായത് ഒരു ഹിന്ദു വിശ്വാസി ഒരിക്കലെങ്കിലും അമ്പലത്തിൽ നിന്ന് പൈസ കക്കോ? പാവങ്ങൾ നേർച്ചക്ക് കൊടുത്ത പൈസ കക്കോ? അപ്പോൾ ആ ഒരു വാർത്ത കൊടുത്തത് ഒരു ഹൈന്ദവ പെണ്ണാണെങ്കിൽ അവളെ എന്തിനാണ് പഞ്ഞിക്കിടുന്നത്? അത് വാർത്ത കൊടുക്കണ്ടേ? നല്ല വിശ്വാസികളാണോ അത് കക്കുന്നത്? ആ ഒരു സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്താണ് ആ പെൺകുട്ടി കൊടുത്ത വാർത്ത? ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇന്നലെ കേരളത്തിൽ നടന്ന എല്ലാ പ്രധാന വാർത്തയും, അതായത് പോലീസിന് ഓപ്പറേഷൻ തുഫാനിന്റെ ഭാഗമായിട്ട് ടോക്കും കത്തിയും ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാ വാർത്തയും ഞാൻ വെച്ചു തരാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ കേരളത്തിൽ നടന്ന എല്ലാ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് ചെയ്ത പുണ്യപ്രവർത്തി നിങ്ങൾ കാണണം. പൊന്നു മനുഷ്യന്മാരെ, ഒരു കാര്യം പറയാം. അതായത് ഈ കാണുന്നത് പാവങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി തിക്കും തിരക്കുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. എന്നാലും പാവങ്ങൾ കേൾക്കുകയാണ്. പാവങ്ങൾക്ക് എന്ത് പ്രശ്നം, പാവങ്ങൾ എഴുതി കൊണ്ടുവന്നത് നോക്കിയിട്ട് ആ പ്രശ്നമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് വായിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം, വലിയ ഭീമമായ പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സ്പോട്ടിന് തന്നെ നടപടിയെടുക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ സമയത്ത് പാവങ്ങൾ പിണറായി വിജയനെ പോയി കാണുകയാണെങ്കിൽ, സാറേ ഞങ്ങൾക്ക് വീടില്ല സാറേ, ഞങ്ങൾക്ക് കടമുണ്ട് സാറേ എന്ന് പറയാൻ പിണറായി വിജയനെ കാണാൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് പിണറായി വിജയൻ പാവങ്ങളെ തടയുകയാണ്. ഒരു സാധാരണക്കാർക്കും പിണറായി വിജയനെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ ഏതെങ്കിലും ഒരു മാനേജറോ ആരെങ്കിലും ഒരാളുണ്ടാവും, അവൻ അതിനെ മേടിച്ചിട്ട് മറ്റേ ഈ പറയുന്ന കച്ചറ ബോക്സിലേക്ക് ആ പരാതി ഇടുന്ന ആ ഒരു ഭരണമായിരുന്നു. ഇപ്പൊ കണ്ടു പഠിക്കണം മിസ്റ്റർ പിണറായി വിജയൻ. ഈ മർമ്മമായ സത്യം പറയുമ്പോൾ എന്നെ തീർക്കുമെന്നാണ് പറയുന്നത്. പൊന്നു മനുഷ്യന്മാരെ, ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. അതായത് കുറെ പേര് രോഗം കൊണ്ടൊക്കെ മല്ലടിച്ച് കിടക്കുന്നവരെ നമ്മുടെ മുഖ്യമന്ത്രി, ഇനി വലിയ രോഗമൊക്കെ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ട്. ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം. വൺ കേരള കരുതൽ മിഷൻ. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തത്, കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കഴിയാത്ത തരത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നതുമായ ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. സർക്കാരിതര സംഘടനകൾ, CSR ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമുള്ള സഹായം എന്നിങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ഓരോ രൂപയും അർഹരായവരിൽ തന്നെ എത്തിച്ചേരണമെന്ന സുതാര്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ തത്വമായിരിക്കും ഈ മിഷന്റെ അടിസ്ഥാനം. ഇതിന്റെ ഭരണപരവും പ്രവർത്തനപരവുമായ ചെലവുകൾ സർക്കാർ നേരിട്ട് വഹിക്കുകയും സംഭാവനകൾ പൂർണ്ണമായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സമയബന്ധിതമായ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം
സംഭാവന നൽകുന്നവരിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനായി ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനം, സുതാര്യമായ ഗുണഭോക്തൃ തിരിച്ചറിയൽ പ്രോട്ടോക്കോളുകൾ, തത്സമയ പൊതു വെളിപ്പെടുത്തൽ റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്തും. ഈ പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തും. നിങ്ങൾക്ക് ഇതെന്തെന്ന് മനസ്സിലായോ? ചിലരൊക്കെ ഇൻസ്റ്റഗ്രാമിലുള്ള സ്കാനർ, എല്ലാവരും അല്ല, ചിലര് വെറുതെ പറയുകയാണ് ക്യാൻസർ ആണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പിരിക്കുകയാണ്. അതിനുശേഷം അവന്റെ തന്നെ സ്കാനർ വെക്കുകയാണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുകയാണ്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇവർ 1 കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കും. നമുക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ പൈസ അയച്ചാൽ നമ്മൾ ആ സ്ഥാപനത്തോട്, മുഖ്യമന്ത്രിയുടെ ആ സ്ഥാപനത്തോട് പോയി പറയാം, ഞങ്ങൾക്ക് രോഗമുണ്ട് സാറേ, ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പൈസ തരും. പിരിച്ചിട്ടൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടിട്ട്, ഇല്ലെങ്കിൽ കുറേ കള്ളന്മാർ പാവങ്ങളെ വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ്. അതിനൊക്കെ ആയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇടപെടുന്നത് വളരെ വളരെ നല്ലതാണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരു പെൺകുട്ടി കൊടുത്ത ആ ഒരു വാർത്ത ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ കാണണം. അതായത് നിങ്ങൾ ബീച്ചിലേക്ക് പോകുന്നവരാണ് ഫാമിലി ആയിട്ട്, എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. ഞാനിവിടെ വന്നപ്പോഴേ ഞാൻ കണ്ട കാഴ്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ്ട് ഈ കാണുന്നില്ലേ കെട്ട്, ഇവർ നിൽക്കുന്നില്ലേ, ഈ കെട്ടിന്റെ പുറത്ത്, അതാണ്ട് ഈ കാണുന്ന കെട്ടിന്റെ പുറത്ത് ഒരു പയ്യൻ കയറി നിന്നിട്ട് ഇവർ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവൻ പറയാണ് കൊച്ചിനെ കയ്യിലിരിക്കുന്ന, ഭാര്യയുടെ കയ്യിലിരിക്കുന്ന കൊച്ചിനും കൂടെ ചോദിക്കുകയാണ്. ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ജൂൺ 22-ാം തീയതി നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പള്ളിയുടെ അവിടെ കാണാതായ ആ പയ്യന്റെ ശരീരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുറകിൽ കാണുന്ന ആ പയ്യൻ വീണതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു കെട്ടില് ഒരു പയ്യൻ കയറി നിൽക്കുകയാണ്. അവൻ നിൽക്കുന്നത് മാത്രമല്ല, അവൻ്റെ ഭാര്യ എന്തോ താഴെ നിൽപ്പുണ്ട്, അവൻ്റെ കൊച്ചും കയ്യിലിരിപ്പുണ്ട്. ആ കൊച്ചിനവൻ ചോദിക്കുകയാണ്. ഞാൻ പറയും, സഹോദര താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയില്ലേ, ഇതിനേക്കാൾ വലിയ കടലൊക്കെ അവൻ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് ഡേറ്റ് ജൂൺ 28-ാം തീയതിയാണ്. നമ്മുടെ കൂട്ടുകാർ ചോദിച്ചതിനനുസരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അതിൻ്റെ സ്പോട്ടിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, കാണുന്നുണ്ടല്ലോ, ഇതാണ് ആ സ്പോട്ട് വരുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം പറയാനുള്ളത്, അവയർനെസ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ രക്ഷകർത്താക്കൾ തന്നെ കടൽ കാണാനോ ഇതുപോലുള്ള ഒരു ഡേഞ്ചർ ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇവിടെ ഈ അടുപ്പിച്ചിരിക്കുന്ന ഈ ഒരു ബാരിക്കേഡും കാര്യങ്ങളൊക്കെ കണ്ടല്ല, കമ്പിയൊക്കെ, ഈ പരിസരത്ത് തൊട്ടൊന്നും നിൽക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് മാറി നിന്ന് കഴിഞ്ഞാലും കടലിന്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ പയ്യന്റെ ശരീരം കിട്ടാത്ത ഒരവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു വ്യക്തി കടലിൽ മരണപ്പെട്ട് കഴിഞ്ഞാലേ 3-ന്റെ അന്ന് ആ വ്യക്തിയുടെ ബോഡി കിട്ടേണ്ടതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ കിട്ടാത്ത കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന കോണ് കല്ലുകളാണ് എല്ലാം. അത് മാത്രമല്ല, ഇവിടെ അടിക്കുന്ന ഒരു തിരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴി ഏരിയയാണ് കേട്ടോ ഇത്. അതായത് ആ റൈറ്റ് സൈഡ് വീണ് കഴിഞ്ഞാൽ ആ ഒഴുക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡാണ്. എടുത്ത് നേരെ ആ കല്ലിന് അടിയിലോട്ടാണ് ഈ വെള്ളം അടിച്ചു കയറുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് 6-7 ദിവസമായിട്ടും ആ പയ്യന്റെ ശരീരം കിട്ടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യത്തൊഴിലാളികൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കുഴിയാണ്, ലോക്ക് കല്ലുകളാണ് എല്ലാം, ഇതിന്റെ ഉള്ളിൽ തന്നെ ആളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ 2 കാര്യം നമ്മൾ കൂട്ടുകാർ മനസ്സിലാക്കുക. പയ്യന്റെ ശരീരം ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കടലൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും വളരെയേറെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന ഒരു വ്യക്തി ഒരു കടലിന്റെ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു സ്പോട്ടിൽ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ അയാളുടെ ശരീരം കിട്ടത്തില്ല. അതായത് ഒരു സ്ഥലത്തും കുടുങ്ങാതെയാണ് ആ ശരീരം ആ കടലിന്റെ സൈഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടപ്പുറ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വലുവെന്ന് പറയും. കടലിന്റെ അടി ഒഴുക്കിനെയാണ് വലുവെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വീഴുന്ന ആ ഒരു വ്യക്തിയുടെ ശരീരം ഏകദേശം 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ ഉള്ളിൽ കിട്ടുന്ന പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പയ്യന്റെ ശരീരം കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കല്ലിന്റെ ഇടയിൽ എവിടെയോ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് തന്നെയാണ് സത്യാവസ്ഥ. ഇല്ലാന്നുണ്ടെങ്കിൽ 3-ന്റെ അന്ന് പയ്യന്റെ ശരീരം കിട്ടേണ്ടതാണ്. അപ്പം ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു തരാനുള്ള കാരണം. ഒന്ന്, നമ്മുടെ കടൽ കാണാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, മക്കളെയോ നമ്മളെയോ. ഇവിടെ ഇതൊരു കടല് കാണാൻ മാത്രം പറ്റുന്ന ഒരു പരിസരമാണ്. അതുപോലെ കടലിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ബീച്ചുകളിൽ പോകുമ്പോൾ. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, അതായത് എന്തിൻ്റെ സെൽഫിയാണ്? കുറേ പേര് സെൽഫി എടുക്കാനും മറ്റതെടുക്കാനും റീൽസ് എടുക്കാനും എത്ര പേരാണ് മരണപ്പെടുന്നത്. നിങ്ങൾക്കൊക്കെ എന്തിനാടാ? ദൈവം തരുന്ന ആയുസ് അത് മുഴുവനായിട്ട് ജീവിച്ച് പോടാ പൊന്നു മനുഷ്യന്മാരെ. ഇതൊന്നും നിങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻ ഞാൻ എത്തിച്ചതാണ്. ഒരിടത്ത് ഓപ്പറേഷൻ തുഫാനിന്റെ ഭാഗമായിട്ട് കഞ്ചാവല്ല പിടിച്ചത്, നേരെ മറിച്ചിട്ട് 4-5 മനുഷ്യന്മാരെ കൊല്ലുന്ന 4-5 വാളും ഒരു തോക്കുമാണ് കണ്ടെടുത്തത്. ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് എന്താണ് അയോഗ്യയിൽ ആ ഒരു പെൺകുട്ടി കൊടുത്ത വാർത്ത, നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഉത്തരേന്ത്യയിൽ ഇപ്പോൾ എന്താണ്
സംഭവിക്കുന്നതെന്ന് നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ കാണിക്കുന്ന വാർത്തകൾക്കപ്പുറം അവിടെ വളരെ ആസൂത്രിതമായി നടക്കുന്ന ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണോ അതോ നിയമങ്ങളൊക്കെ ചിലരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വേറെ ഏതോ ലോകത്താണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. ഈ അടുത്ത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത് കണ്ടിട്ടുണ്ടാകും. പരസ്യമായി ഒരു ജനവിഭാഗത്തിന് നേരെ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന, മനുഷ്യരിൽ വെറുപ്പും വിദ്വേഷവും മാത്രം നിറയ്ക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും ദൃശ്യങ്ങളുമാണത്. ഗാസ മോഡൽ ഇന്ത്യയിലും നടപ്പിലാക്കണം, മുസ്ലിങ്ങളുടെ അന്ത്യം വംശഹത്യയിലൂടെ ആയിരിക്കും എന്നൊക്കെയാണ് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? ആരാണ് ഇവരുടെയൊക്കെ പിന്നിൽ? ഇതിൻ്റെയൊക്കെ ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? നമുക്കിതിൻ്റെ പിന്നിലെ രാഷ്ട്രീയവും യാഥാർത്ഥ്യങ്ങളും വളരെ ലളിതമായി ഒന്ന് വിശകലനം ചെയ്യാം. നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് രാജ്യത്ത് അധികാരം നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുകയും ജനപ്രതിനിധികളായിട്ടുള്ള എംപിമാരെയും MLA-മാരെയും ഒക്കെ പണം കൊടുത്ത് ചാക്കിട്ട് പിടിക്കുകയും ചെയ്യുന്ന വലിയ രാഷ്ട്രീയ കളികൾ നടക്കുന്നുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു പണി മറുഭാഗത്തും നടക്കുന്നുണ്ട്. അതായത് ഒരു പണിയുമില്ലാത്ത, ഒരു ജോലിയുമില്ലാത്ത ഒരു വിഭാഗം ആളുകളെ ചില സംഘടനകൾ ഇവിടെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ്. ഇവർക്ക് വേറെ കൂലിപ്പണിക്കോ മേസ്തിരിപ്പണിക്കോ IT കമ്പനികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്യാനോ പോകേണ്ട ആവശ്യമില്ല. ഇവർക്ക് യാതൊരുവിധ ലൈഫ് സ്ട്രെസ്സുമില്ല. ആഡംബരപൂർവ്വമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചിലർ ഒരുക്കി കൊടുക്കും. പകരം ഇവർ ചെയ്യേണ്ട ഒരേ ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് ആളുകളെ കൂട്ടി വിദ്വേഷവും വെറുപ്പും വിഷവിത്തുകളും പാകിക്കൊണ്ടേയിരിക്കുക. സമൂഹത്തിൽ എപ്പോഴും ഒരു അശാന്തി നിലനിർത്തുക. ഇതൊരു വെറും ആരോപണമല്ല, കൃത്യമായ തെളിവുകളോടെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് വലിയൊരു വാർത്ത വന്നിരുന്നു. പശുക്കടത്ത് ആരോപിച്ച് ഒരു മുസ്ലിം യുവാവിനെ ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസിൽ കോടതി വിധി പറയുകയുണ്ടായി. സാധാരണ ഇത്തരം കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടുകയാണ് പതിവ്. എന്നാൽ ഈ കേസിൽ 14 സംഘപരിവാർ പ്രവർത്തകരെ കോടതി കൃത്യമായി ശിക്ഷിച്ചു. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? കോടതി ശിക്ഷിച്ച ഈ പ്രതികളെ വെറുതെ വിട്ടില്ലെങ്കിൽ തെരുവിൽ വലിയ പ്രക്ഷോഭം നടത്തുമെന്നാണ് ഇവരുടെ ഭീഷണി. അതായത് രാജ്യത്തെ നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും രാജ്യത്തെ കോടതികളെ പോലും പരസ്യമായി ചോദ്യം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ഇവർക്ക് ധൈര്യം വരുന്നു. ഈ ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഭരണകൂടത്തിൻ്റെ തണൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇതേ UP-യിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു വാർത്ത നോക്കൂ. ഒരു കല്യാണത്തിന് ബീഫ് വിളമ്പി എന്നാരോപിച്ച് വധുവിനെയും വരനെയും അവരുടെ കൂടെയുള്ള ആളുകളെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവിടെയും തീർന്നില്ല. ആ ബീഫ് വിളമ്പി എന്ന് പറയുന്ന കല്യാണ ഹാൾ, ഒരു വലിയ മണ്ഡപം, അത് ബുൾഡോസർ രാജ് ഉപയോഗിച്ച് ഇടിച്ചു നിരത്താൻ UP പോലീസ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ബീഫ് വിളമ്പിയോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരാളുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ബുൾഡോസർ വെച്ച് തകർക്കാൻ ഇവിടെ അധികാരികൾക്ക് യാതൊരു മടിയുമില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്നും മഥുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോഴും എണ്ണി കണക്കാക്കാൻ പറ്റാത്ത അത്രയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കൊള്ളയും നടന്നതായി വാർത്തകൾ വരുന്നു. ഭക്തജനങ്ങൾ തങ്ങളുടെ വിയർപ്പൊഴുക്കി നൽകിയ കാണിക്കയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും ഒക്കെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ചെയ്തത് ഏതെങ്കിലും ഇതര മതസ്ഥരല്ല, മറിച്ച് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന ഇതേ ആളുകൾ തന്നെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ദൈവത്തിന്റെ പേരിൽ സ്വന്തം അമ്പലങ്ങൾ കൊള്ളയടിക്കുക, മറുവശത്ത് പശുവിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും സാധാരണക്കാരെ തല്ലിക്കൊല്ലുകയും അവരുടെ സ്ഥാപനങ്ങൾ തകർക്കുകയും ചെയ്യുക. ഇതാണോ യഥാർത്ഥത്തിൽ ഇവരുടെ ക്ഷേത്ര സംരക്ഷണവും ഗോസംരക്ഷണവും? ഇതിലും വലിയൊരു ഇരട്ടത്താപ്പ് ഈ ഗോസംരക്ഷണത്തിലുണ്ട്. നമ്മുടെ രാജ്യം ഒരു ഭാഗത്ത് ഗോശാലകൾ ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് ഇതേ രാജ്യത്ത് നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടിംഗ് ബിസിനസ് നടക്കുന്നത്. കോർപ്പറേറ്റ് അറവുശാലകളിലേക്ക് പശുക്കളെ എത്തിക്കുന്നതും അവിടെ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയച്ച് കോടികൾ ലാഭമുണ്ടാക്കുന്നതും ഇതേ ആളുകളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളാണ്. അപ്പോൾ സാധാരണക്കാരെ തമ്മിലടുപ്പിക്കാൻ മാത്രം ഗോസംരക്ഷണം പറയുകയും ബിസിനസ് വരുമ്പോൾ കോടികൾ കൊയ്യുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരം വിദ്വേഷ രാഷ്ട്രീയത്തിന് പിന്നിൽ വലിയ രീതിയിലുള്ള വിദേശ ഫണ്ടിങ്ങും ഹവാല പണമിടപാടുമുണ്ടെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. ഈയടുത്ത് രാജ്യത്ത് വിദേശ ഫണ്ടിങ് സ്വീകരിക്കുന്നതിനെതിരെ വളരെ കർശനമായ നിയമ ഭേദഗതികൾ സർക്കാർ കൊണ്ടുവരികയുണ്ടായി. സന്നദ്ധ സംഘടനകളുടെയും മറ്റും അക്കൗണ്ടുകൾ പൂട്ടിപ്പിച്ചു. എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ടിങ് വരുന്നത് ആർക്കാണെന്ന് നോക്കിയാൽ ഇത്തരം സംഘടനകൾക്കാണെന്ന് കാണാം.
പക്ഷേ അവർക്ക് രജിസ്ട്രേഷൻ വേണ്ട, ഇൻകം ടാക്സ് നൽകേണ്ട, യാതൊരുവിധ പരിശോധനകളുമില്ല. രാജ്യത്തിന്റെ ഒരു നിയമവും ഇവർക്ക് ബാധകമല്ല. ഈ വരുന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചാണ് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ആളുകളെ സ്പോൺസർ ചെയ്യുന്നത്. വ്യാജ വാർത്തകളും പച്ചക്കള്ളങ്ങളും പ്രചരിപ്പിച്ചാണ് ഇവർ ഓരോ കലാപങ്ങളും ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം UP-യിൽ തന്നെ ഒരു പശുക്കുട്ടിയെ അറുത്തിട്ട് വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളെ പോലീസ് പിടികൂടുകയുണ്ടായി. തങ്ങൾ വിചാരിച്ച രീതിയിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി സ്വന്തം ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും വരെ ഇവർ ചരടുകളാക്കുകയാണ്. വലിയൊരു ഉദാഹരണം പറയാം. മുൻപ് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത രാജേഷ് ശർമ്മ എന്നൊരാളുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാരായ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ കണ്ടതാണ്. ഇതിൽ ഒരാൾ ഈ രാജേഷ് ശർമ്മയുടെ മകൻ ആദിത്യ ശർമ്മയായിരുന്നു. വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത ഒരു പിതാവിന് സ്വന്തം മകന്റെ ജീവനറ്റ ശരീരം 2 കൈകൊണ്ടും സ്വീകരിക്കേണ്ടി വന്ന ഗതികേട് നമ്മൾ കണ്ടു. ഈ ആക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകൾ ഒടുവിൽ സ്വന്തം കുടുംബങ്ങൾ തന്നെയായി മാറും എന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. രാജ്യത്തെ വിദ്യാർത്ഥികൾ മെഡിക്കൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെയും അവരുടെ ഭാവിക്കായും തെരുവിൽ സമരം ചെയ്യുകയാണ്. ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും യുവത്വം പോരാടുമ്പോൾ ഈ ഭരണാധികാരികളുടെ മുൻഗണന എന്താണ്? അവർ ഇത്തരം വിദ്വേഷം പടർത്തുന്ന ആളുകൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര നിയമമന്ത്രിമാരും ഭരണാധികാരികളും ലോകത്തിന് മുന്നിൽ വന്ന് പറയും, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരിങ്ങനെ പറയുന്നത് എന്നാണ് അവരുടെ വാദം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? നിരന്തരമായി അധിക്ഷേപങ്ങളും അക്രമങ്ങളും തുടർക്കഥയാകുമ്പോൾ, കഴുത്തിൽ കത്തിവെക്കുമ്പോഴും ഞാൻ സുരക്ഷിതനാണ് എന്ന് ഭയത്തോടെ വിളിച്ചു പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം, എല്ലാവർക്കുമുള്ള തുല്യ അവകാശം, ഇതൊക്കെ തകർത്ത് രാജ്യത്തെ ഒരു അരാജകത്വത്തിലേക്ക് തള്ളിവിടാനുള്ള ഈ ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെയൊക്കെ നാളെയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഓക്കെ, ഈ പെൺകുട്ടി പറഞ്ഞതിൽ എന്ത് തെറ്റാണ് പൊന്നു മനുഷ്യന്മാരുള്ളത്? ഇതിൻ്റെ ഒരു കമൻറ്റ് ബോക്സ് നോക്കണം. അതായത് ഞാനൊരു കാര്യം പറയാം, ഒരിപ്പോൾ പള്ളിയിൽ ഉസ്താദാണെങ്കിലും പള്ളിയിൽ അച്ഛനാണെങ്കിലും സ്വാമിയാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കണം പൊന്നു മനുഷ്യന്മാരെ. അതിന് നമ്മളെ മതമല്ലേ, അല്ലെങ്കിൽ അവനൊരു മുസ്ലിം അല്ലേ, അവനൊരു ഹിന്ദു അല്ലേ, ക്രിസ്ത്യാനി അല്ലേ, എൻ്റെ സ്വന്തം മതക്കാരനല്ലേ, അവൻ എന്തും ചെയ്തോട്ടെ, ആ ചെയ്ത തെറ്റ് നമ്മൾ പറയണ്ടെന്ന് പറയുന്നത് വളരെ വളരെ തെറ്റാണ്. ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത്. പൊന്നു മനുഷ്യന്മാരെ, ഇന്നലെ ഓപ്പറേഷൻ തുഫാനിന്റെ ഭാഗമായിട്ട് പിടിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ പരിശോധനയ്ക്കെത്തിയ പോലീസിന് കിട്ടിയത് തോക്കും വാളുകളും. നരുവാമൂട് വലിയറത്തലയിലാണ് പോലീസിനെ ഞെട്ടിച്ച സംഭവം. വലിയറത്തല സ്വദേശി അജിത്തിന്റെ വീട് പരിശോധിക്കുമ്പോഴായിരുന്നു ഒരു തോക്കും വാളും കണ്ടെത്തിയത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നരുവാമൂട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നമുക്കുള്ള രഹസ്യ വിവരങ്ങൾ പിന്തുടരുകയും അതിലുള്ള കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നാർക്കോ ഹണ്ടുമായി ബന്ധപ്പെട്ട കേസുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഡ്രൈവ് ഇന്നത്തെ ദിവസമുണ്ട്. ആ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിൽ ഒരു ഗഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളെ പറ്റിയുള്ള വിവരം കിട്ടുകയും ആ വീട്ടിൽ പോലീസ് പാർട്ടി പോയതിൽ നമ്മളവിടെ പരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ദിവസം അയാളിൽ നിന്ന് പ്രത്യേകിച്ച് ഗഞ്ച കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അയാൾ ആക്റ്റീവ് യൂസറാണ്, അയാളുടെ കൺഫെഷൻ തന്നെ അതുണ്ട്. അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മൂർച്ചയുള്ള ആംസ് ആക്ട് ഇത് പ്രകാരമായിട്ട് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ആയുധമായ വാള്. എന്താ അല്ലേ നമ്മുടെ കാലത്തിന്റെ പോക്ക്? അതായത് ഈ പറയുന്ന രമേശ് ചെന്നിത്തലക്കും പോലീസിനും ഒന്നും കിട്ടാനില്ല പൊന്നു മനുഷ്യന്മാരെ. നിങ്ങളെ നന്നാക്കിയാൽ നിങ്ങൾക്ക് നന്നായി, നിങ്ങളുടെ കുടുംബത്തിന് നന്നായി, നിങ്ങൾക്ക് നല്ലൊരു ജീവിക്കാം. ഇപ്പൊ നിങ്ങളെ പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് അടക്കുന്നുണ്ടെങ്കിലും 2-3 വർഷം ശിക്ഷിച്ചിട്ട് നിങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആർക്ക് വേണ്ടി? ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവറ്റകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ടോക്കും വാളും ഒക്കെയാണ്. ചാവടാ, നീയൊക്കെ വലിച്ച് ചാവ്. ഇവനൊക്കെ വെറുതെ വരണോ? ചാവട്ടെ. പറഞ്ഞാൽ കൂടിപ്പോ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പൊന്നു മനുഷ്യന്മാരെ. അപ്പൊ എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.